ഒരു മധുര പ്രതികാരം കൂടെയാണ്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റുള്ള പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ നിന്നാണ് ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അറിയാലോ, ഞാൻ നിന്ന് കരഞ്ഞ ഒരു സമയമുണ്ട്. ആ കരഞ്ഞപ്പോഴും നിങ്ങൾ പലരും ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ. അപ്പം പൊട്ടിക്കരഞ്ഞ സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് മധുര പ്രതികാരം തന്നെയാണ്. അവിടുത്തെ ആ ഉദ്യോഗസ്ഥന്മാരിപ്പോ ഇല്ല, ഇപ്പൊ പുതിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ല, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ഓൾറെഡി ഒക്കെ നല്ല ആൾക്കാരും ഉണ്ട്. പാട്ട് ചെയ്യില്ല. என் கண்ணுறங்க ஜென்மங்களில் ஏக்கங்கள் தீரும் நேசிப்பதும் சுவாசிப்பதும் ഹിറ്റായി അല്ലേ? അതൊക്കെ അന്നേരം വരുന്നേ ചേട്ടാ, ഇനി ഒന്നും വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം വരുന്ന സാധനം. താങ്ക് യു. ആണോ? രേണുവിന് സംഗീതം പഠിച്ച് ഈ ട്രൂപ്പിൽ പാടണം. എന്നെ ഞാൻ പറഞ്ഞ പാലാ കമ്മ്യൂണിക്കേഷൻകാർ വിളിച്ചോണ്ടിരിക്കുന്നതന്നെ. എനിക്ക് സമയമില്ലാത്തോണ്ട് പോകത്തെ. അവർ വിളിക്കും ഉടനെ അവരുടെ സ്റ്റേജിൽ ഞാൻ പാട്ട് പാടും. അതെ അതെ, കത്തിക്കും. ദുബായ് കത്തിച്ചല്ലേ വസീകര. വസീകര ചികിഞ്ഞ് നാറി, അതുകൊണ്ട് ഇത് വേറെ അവൾക്ക് കൂട്ടുകാരെ കിട്ടില്ല. സന വാ വാ, സമയം പോകുന്നു. എന്റെ കരീഷ്മ ഏർപ്പാടാക്കി കുട്ടിയാണ്. അതൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ഇപ്പൊ രേണുസുധിയുടെ വീടിന്റെ കാര്യം അടിച്ചതിന് പോരെ. കടല് കടന്നോ ട്രെയിൻ കടന്നോ എന്ത് വേണം, കടത്ത് മാത്രം നടത്തായിരുന്നു അവര്. കള്ളക്കടത്ത് വേറെ എന്ത് കടന്ന് വന്നോട്ടെ, കള്ളക്കടത്ത് മാത്രം നടത്തായിരുന്നു അവര്. ഞങ്ങൾ നടത്തുന്ന ആളല്ല. അല്ല, അങ്ങനെയൊന്നും നടത്തുന്ന ആൾക്കാരെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കത്തില്ലോ. അങ്ങനെ ഒരു ഉദാഹരണം. ഓക്കെ, എന്തോന്ന് കടൽ കടന്നൊരു മാത്തുക്കുട്ടി, അത് സിനിമാ പേരല്ലേ? ദുബായിൽ 3 പ്രാവശ്യം ആയതുകൊണ്ട് ഗോൾഡൻ വിസയ്ക്ക് തരാൻ ചാൻസ് ഉണ്ട്. വിസയ്ക്കകത്തെങ്കിലും ഗോൾഡൻ കളറെങ്കിലും അടിച്ചവര് തന്നാ മതിയായിരുന്നു. ഗോൾഡൻ വിസ വന്നില്ലേ? മറുപടി പഠിച്ചിട്ട് വരണോ? അല്ല, ബഹ്റൈനിൽ പോകുന്നുണ്ട്, ബാച്ചിലേഴ്സിലോട്ട് പോകുന്നുണ്ട്. അത് അടുത്ത മാസമായിരിക്കും, 7-ാം തീയതി ആയിരിക്കും. ടിക്കറ്റ് വന്നിട്ടില്ല. വിസ പ്രോസസിംഗ് ഒക്കെ നടന്നു. നമ്മുടെ സൂര്യചേട്ടന്റെയും സുവിന്റെ ഒക്കെ ബാച്ചിലേഴ്സ് നല്ല മിസ് ചെയ്യുന്നുണ്ട്. 4-ാമത്തെ ആണോ? അതെ, തീർച്ചയായിട്ടും. അത് സൂചിച്ചേട്ടന്റെ കൂടെ അല്ലായിരുന്നു 5-6 വർഷം. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ചേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എത്ര ആൾക്കാർ ഇങ്ങനെ ക്യാമറ വെച്ചോണ്ട് മുന്നിൽ നിന്നാലും മാനേജ് ചെയ്യാൻ ഭയങ്കര ഒരു കഴിവുണ്ട്. അങ്ങനെയാണ്, അത് എല്ലാവർക്കും കിട്ടുന്നതൊന്നുമല്ല. അപ്പൊ ഞാൻ പോട്ടെ. യൂണിസിക്സ് സലൂണിൽ വന്നാ അപ്പൊ ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും കൈ കാലൊക്കെ അടിപൊളിയാക്കി വരെ തരും. മാനിക്കൂർ പെഡിക്കൂർ ഒക്കെ ഉണ്ട്. അതുപോലെ ബ്രൈഡൽ സെക്ഷൻ ആണ്. ഇവിടെ ഇരുന്നാണ് നമ്മുടെ വധുവാണോ 2 കൂട്ടർ ബ്രൈഡും ഗ്രൂം അല്ലെ, സുന്ദരി സുന്ദരനും ആകേണ്ട സ്ഥലമാണിത് കേട്ടോ. അതാണ് ഇവിടുത്തെ